ഞാൻ ഡോക്യുമെന്റ് ഷെയർ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? അങ്ങനെ തുടങ്ങാം കേട്ടോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ MPC 3 ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. MAPC കോഴ്സിൻ്റെ ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കിൽ മൊഡ്യൂളുകളിൽ മൂന്നാമത്തെ പേപ്പറാണ് MPC 3 പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെൻറ്റ്. കഴിഞ്ഞ 2 മൊഡ്യൂളിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഇയറിൽ ഏറ്റവും ഉപകാരമുള്ളതും സെക്കൻഡ് ഇയറിൽ ആവശ്യമായി വരുന്നതുമായ ഒരു പേപ്പറാണ് ഇത്. മാത്രമല്ല സൈക്കോളജിയുടെ ഒരു കോർ ഏരിയയും കൂടിയാണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി അബൌട്ട് പേഴ്സണാലിറ്റി നമ്മൾ പൊതുവേ മനസ്സിലാക്കിയിട്ടുണ്ട്, സ്റ്റഡി അബൌട്ട് മൈൻഡ് എന്നൊക്കെ. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ പേഴ്സണാലിറ്റി എന്നതും പേഴ്സണാലിറ്റി തിയറികളും പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുക. ഞാൻ നിങ്ങൾക്ക് മൊഡ്യൂളുകൾ കാണാൻ പറ്റുന്നുണ്ട് എന്ന് കരുതി അടുത്തേക്ക് നീങ്ങണം കേട്ടോ. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പല ധാരണകളുണ്ട്, കോമൺ കോൺസെപ്റ്റ് ഉണ്ട്. പൊതുവേ നമ്മളെന്താ മനസ്സിലാക്കുന്നത്, നല്ല ഡ്രസ്സ്, നല്ല സംസാരിക്കാൻ, ശുദ്ധമായ അലക്കുശ്രീ കിട്ടിയിട്ടുള്ള ഒരു സംസാരം ഉണ്ട് എങ്കിൽ, അടിപൊളിയായി ഡ്രസ്സൊക്കെ ചെയ്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരാളെ കാണുമ്പോൾ അയാളുടെ ഡ്രസ്സ് നോക്കി, അയാളുടെ സംസാരം നോക്കി, ഇടപഴകലുകൾ നോക്കിയിട്ട് അദ്ദേഹം നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാണ് എന്നാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ പൊതുവേ അതാണ് ധാരണ. അങ്ങനെ പറഞ്ഞാൽ അലക്കുശ്രീ ഒന്നും ഇടാതെ കുളിക്കാതെ ഒരു അത്ര പരിഷ്കൃതമായ ഒരു പരിഷ്കാരത്തോടുകൂടെ സംസാരിക്കാത്ത ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന് അത്ര പേഴ്സണാലിറ്റി ഒന്നും ഇല്ല എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല സൈക്കോളജി പേഴ്സണാലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുന്നത്. സൈക്കോളജിയിൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഡെഫിനിഷനൊക്കെ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ സൈക്കോളജിയുടെ ഡെഫിനിഷൻ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒന്ന്, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് തിങ്കിങ്, ഫീലിംഗ്, ബിഹേവിയർ. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് തിങ്കിങ് ആൻഡ് ഫീലിംഗ് ആൻഡ് ബിഹേവിയർ. ഒരു വ്യക്തിയുടെ ഫീലിംഗ്, തിങ്കിങ്, ബിഹേവിയർ ഇതുമാണ് നമ്മൾ പ്രധാനമായി പഠിക്കുക. അതെന്നെ കൺസിസ്റ്റന്റ് ആണ് എങ്കിൽ, ഒരു വ്യക്തിയുടെ ബിഹേവിയർ, ഫീലിംഗ്, തിങ്കിങ് ഒരു പ്രത്യേക രീതിയിലാണ് പോകുന്നത്, അത് സ്ഥിരമായി അങ്ങനെ തന്നെ പോകുന്നു എങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി. അപ്പോൾ പേഴ്സണാലിറ്റി ഈസ് കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ എന്നാണ് സൈക്കോളജി മനസ്സിലാക്കുന്നത്. അപ്പോൾ കേവലം ഡ്രസ്സിങ് എന്നുള്ളത് അതൊരു ബിഹേവിയറിന്റെ ഭാഗമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കേവലം ഒരു ഫീലിംഗ് എന്നത് അതല്ല. ഫീലിങ്ങും തിങ്കിങ്ങും ബിഹേവിയറും അതും ഒരു സമയത്ത് ഒരു സന്ദർഭത്തിൽ മാത്രം പ്രകടിപ്പിച്ചാൽ പോരാ. മിക്കവാറും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലും അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിലും പ്രൊഫഷണൽ മേഖലയിലും എവിടെയാണെങ്കിലും ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റമെങ്കിൽ, ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ചിന്തയെങ്കിൽ, ഫീലിംഗ് എങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി. ഇതാണ് സൈക്കോളജിയിൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത്. ഇത് അത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് ബിഹേവിയർ, തിങ്കിങ് ആൻഡ് ഫീലിംഗ്. അപ്പോ സൈക്കോളജി പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു സോഷ്യൽ അട്രാക്റ്റീവ്നെസ്സോ അല്ലെങ്കിൽ സോഷ്യൽ സ്വീകാര്യതയോ മാത്രമല്ല. പിന്നെ സോഷ്യൽ അട്രാക്റ്റീവ്നെസ് ഇല്ല എങ്കിലും സ്വീകാര്യത ഇല്ല എങ്കിലും അദ്ദേഹത്തിന് ചിലപ്പോൾ പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കാം, അല്ലേ? അപ്പോൾ ഒരു ഷൈ ആയ ഒരു വ്യക്തി, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പൊ അട്രാക്റ്റീവ്നെസ് ഇല്ല എന്ന് കരുതി അദ്ദേഹത്തിന് പേഴ്സണാലിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായ അവരുടേതായ പേഴ്സണാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് എന്താണോ ഒരാൾ പ്രകടിപ്പിക്കുന്നത്, എന്താണോ അയാളുടെ പെരുമാറ്റമായി കാണുന്നത്, അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ സൈക്കോളജിയിൽ പേഴ്സണാലിറ്റി നമ്മളുടെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ്, അതുകൊണ്ട് ഡെഫിനിഷൻ മനസ്സിലാക്കുകയാണ്. പിന്നെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ സൈക്കോളജിയിൽ അതിന്റെ ഡെഫിനിഷന് ഇറ്റ്സ് എ യുണീക്ക് കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിയർ. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ? പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന ഈ മനഃശാസ്ത്ര ശാഖയിൽ ഒരു വ്യക്തിയുടെ തിങ്കിങ്ങും ഫീലിങ്ങും ബിഹേവിയറും എങ്ങനെയാണെങ്കിൽ ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അളക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വാലിറ്റിയെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ അദ്ദേഹമാക്കുന്നു. ഇപ്പൊ ഒരു വീട്ടില് 10 മക്കളുണ്ടെങ്കിൽ ഓരോരുത്തരെയും അവരെ വേർതിരിച്ച് കാണിക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി. അല്ലെങ്കിൽ ഒരു നാട്ടിലെ ഒരു കുടുംബത്തിലെ മെമ്പേഴ്സും മറ്റൊരു കുടുംബത്തിലെ മെമ്പേഴ്സും തമ്മിൽ വേർതിരിക്കാൻ പറ്റുന്ന ചില സ്വഭാവങ്ങൾ കാണാൻ സാധിക്കും. അവരെ ഐഡന്റിഫൈ ചെയ്യിക്കുന്ന, അവരെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ചു കാണിക്കുന്ന
അത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന് വേർതിരിക്കുന്ന കാണിക്കുന്നത് മാത്രമല്ല, പക്ഷെ അദ്ദേഹത്തെ അദ്ദേഹമാക്കുന്നത് ആ ഐഡന്റിറ്റിയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി തിരുത്താൻ വേർതിരിക്കാൻ സഹായിക്കുന്ന എന്ത് ഘടകമാണോ ആ വ്യക്തിയിലുള്ളതെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹമാക്കി തീർത്ത ആ ഒരു ഘടകമാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എന്നത്. അതായത് ഐഡന്റിറ്റി എന്നത്, അതുപോലെ തന്നെ ഇൻഡിവിജ്വാലിറ്റി എന്നത്, അത് രണ്ടും പേഴ്സണാലിറ്റിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. മാത്രമല്ല പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, റിലേറ്റീവ്ലി സ്റ്റേബിളായ ഒരു എന്താ പറയുക ഒരു സംഭവമാണ് ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. ഏത് സമയത്തായാലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും അദ്ദേഹം അങ്ങനെ തന്നെ പെരുമാറുള്ളൂ. അപ്പോൾ സിറ്റുവേഷൻ മാറിയാലും ടൈം മാറിയാലും അവസരങ്ങൾ മാറിയാലും സാഹചര്യങ്ങൾ മാറിയാലും അദ്ദേഹം എങ്ങനെയാണോ പെരുമാറേണ്ടതെങ്കിൽ ആ രീതിയിൽ അദ്ദേഹം പെരുമാറുള്ളൂ. അപ്പോൾ അവയെ വേർതിരിക്കുന്ന, ഐഡന്റിഫൈ ചെയ്യിക്കുന്ന, കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തെ ഒരു എന്താ പറയുക മറ്റുള്ളവരിൽ നിന്നും കൂട്ടത്തിൽ നിന്നും സംഘത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഘടകം ഏതാണ് എങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ റിലേറ്റീവ്ലി പെർമനന്റ് ആണ്, പേഴ്സിസ്റ്റന്റ് ആണ്, യുണീക്ക് ആണ് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു സംഘത്തിൽ, ഒരു കൂട്ടത്തിൽ ഒരാളെ ആ സംഘത്തിൽ നിന്നും വേർതിരിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് പെർമനന്റ്ലി അയാൾ കാണാൻ സാധിക്കും. അത് സംസാരത്തിലാട്ടെ, പെരുമാറ്റത്തിലാട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപഴകലാട്ടെ, അദ്ദേഹമായി വേർതിരിക്കുന്ന ചില വിശേഷണങ്ങൾ ഉണ്ടായിരിക്കും. ആ സ്വഭാവ വിശേഷണങ്ങൾ, പെരുമാറ്റം, ഫീലിംഗ്, ഇമോഷൻസ്, ബിഹേവിയർ, തിങ്കിങ്, ഇതൊക്കെയാണ് അദ്ദേഹമാക്കുന്നത്. അതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡൗട്ട്സുകളോ ക്ലിയറൻസിലോ ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ കഴിഞ്ഞ് കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോകും. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഡെഫിനിഷൻ മനസ്സിലാക്കി. പ്യുവർ ഡെഫിനിഷൻ നമുക്ക് വരുന്നുണ്ട്, ഗോൾഡൻ ആൽപോർട്ടിന്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. ഞാൻ ഈ നോട്ട്സ് അയക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ്, അതായത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡിവിജ്വാലിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ഇൻഡിവിജ്വലിനെ അദ്ദേഹമായി വേർതിരിക്കുന്ന ഒരു സംഭവമുണ്ട് അല്ലേ? അതായത് ഇപ്പോ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ നമ്മളെ ക്ലാസ്സിലുള്ള സൂരജ് സാറ്, ഞാനും സൂരജ് സാറും ഒരു സാഹചര്യത്തിൽ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ സൂരജ് സാറിന്റെ വർത്തമാനത്തിന്റെ രീതിയും പെരുമാറ്റത്തിന്റെ രീതിയും ഡ്രസ്സിങ്ങിൻ്റെതായാലും എല്ലാം ഒത്തിരി വ്യത്യസ്തമായിരിക്കും. എന്നിൽ നിന്നും വേർതിരിക്കുന്ന ചില ഘടകങ്ങൾ, അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി. അപ്പോൾ ഇൻഡിവിജ്വാലിറ്റി, അദ്ദേഹമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വാലിറ്റി എന്നതാണ്. രണ്ടാമത്തത് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുടനീളം, ചെറുപ്പത്തിലായാലും വലുതായാലും, പിന്നെ ഞാൻ അങ്ങോട്ട് വലുതായി പോയാലും, അതല്ലെങ്കിൽ വീട്ടിലായാലും സമൂഹത്തിലായാലും, അതല്ല ഇനി പ്രൊഫഷണൽ മേഖലയിലായാലും, ഇൻഡിവിജ്വൽ എവിടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റ രീതിയിൽ, സംസാരത്തിൽ, ഫീലിംഗിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് എപ്പോഴും മിക്കവാറും സമയത്ത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയാണെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി. അപ്പോൾ അദ്ദേഹമായി വേർതിരിക്കുന്ന ഒരു ഘടകം അതാണ് ഇൻഡിവിജ്വാലിറ്റി. അതോടുകൂടെ തന്നെ കൺസിസ്റ്റൻസി, അഥവാ മിക്കവാറും എല്ലാ സമയങ്ങളിലും, മിക്കവാറും സന്തോഷമുണ്ടായ സമയത്താട്ടെ, ഇനി വിഷമമുള്ള സമയമാട്ടെ, ഒറ്റക്കാവട്ടെ, കല്യാണ സദസ്സിലാട്ടെ, മരിച്ച വീട്ടിലാട്ടെ, എവിടെ എത്തിയാലും അദ്ദേഹത്തിൽ ആ പെരുമാറ്റം, സംസാര രീതി കൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വാലിറ്റി എന്നത് പേഴ്സണാലിറ്റിയുടെ ഒരു ഫീച്ചറാണ്, കൺസിസ്റ്റൻസി എന്നത് പേഴ്സണാലിറ്റിയുടെ ഫീച്ചറാണ്. രണ്ട് ഫീച്ചേഴ്സ് മനസ്സിലായി. പിന്നെ ഇന്റേണൽ കോഷേഷൻ എന്നതാണ് ഈ പേഴ്സണാലിറ്റിയുടെ ഫീച്ചറിൽ നമുക്ക് മനസ്സിലാക്കാറുള്ളത്. ഇന്റേണൽ കോഷേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ പെടുന്നുണ്ട് കേട്ടോ. അതെന്നുള്ളത് മിക്കവാറും എൻ്റെ ഇന്നർ ഫാക്ടേഴ്സ്, അഥവാ എൻ്റെ ഇമോഷൻസ്, എൻ്റെ ഫീലിങ്സ്, അതൊക്കെ എൻ്റെ ഉള്ളിലാണ് അല്ലേ. ഇതിന്റെ പ്രകടനങ്ങളാണ് ഞാൻ പലപ്പോഴും കാണിക്കുന്നത്, വർത്തമാനമായിട്ട്, സംസാരമായിട്ട്, ആംഗ്യങ്ങളായിട്ട്, ദേഷ്യം പിടിക്കലായിട്ട്, ചിരിക്കലായിട്ട് കാണിക്കുന്നത്. ഇന്നർ കാര്യങ്ങൾ, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഇന്നർ ഡ്രൈവുകൾ, എൻ്റെ ഇന്നർ മോട്ടീവുകൾ എന്നെ പലതും പറയുവാനും പ്രവർത്തിക്കുവാനും ചെയ്യുവാനും കാട്ടിക്കൂട്ടുവാനും പ്രേരകമാകുന്നു. അപ്പോൾ ഇന്നർ ഘടകങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് നമുക്കുള്ളത് എങ്കിൽ അതായിരിക്കും നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുറത്ത് കാണുന്ന ഈ ബിഹേവിയർ ആണ് പേഴ്സണാലിറ്റി എങ്കിൽ ഈ ബിഹേവിയർ നിയന്ത്രിക്കുന്ന ഇന്നർ ഫീലിങ്സുകൾ, ഇന്നർ തോട്ട്സുകൾ, ഇന്നർ ഡ്രൈവുകൾ, ഇത് പേഴ്സണാലിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ പറഞ്ഞു പേഴ്സണാലിറ്റിയുടെ ഫീച്ചേഴ്സ്. ഒന്നെന്താണ്? ഇൻഡിവിജ്വാലിറ്റി. രണ്ടാമത്തത് കൺസിസ്റ്റൻസി. മൂന്ന്, പ്രകടമായി കാണിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വേരായി കിടക്കുന്ന ഇന്നർ ഫീലിങ്ങുകളുണ്ട്, അല്ലെ? ഇന്നർ തോട്ട്സുകളുണ്ട്, ഇന്നർ ഇമോഷൻസ് ഉണ്ട്. ഇതും പേഴ്സണാലിറ്റിയുടെ ഘടകമാണ്. അപ്പോൾ ഇന്റേണൽ കോസേഷൻ എന്നത് പേഴ്സണാലിറ്റിയുടെ മറ്റൊരു ഫീച്ചറാണ്. മറ്റുള്ള പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ. അങ്ങനെ പറഞ്ഞാൽ നമ്മളാക്കി തീർക്കുന്ന ചില ഘടകങ്ങൾ, ജന്മനാ നമുക്ക് കിട്ടിയ, ഇൻഹെറിറ്റൻസ് ആയി കിട്ടിയ, അല്ലെങ്കിൽ ഇന്റേണൽ ആയി കിട്ടിയ ചില ഘടകങ്ങൾ, അതിന് നമ്മൾ ട്രൈറ്റ് എന്ന് വിളിക്കുക. നമ്മൾ 3-ാമത്തെ 4-ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാൻ എന്താണ് ട്രൈറ്റ്, എന്താണ് ടൈപ്പ് തിയറികളൊക്കെ. അപ്പോൾ നമ്മളാക്കുന്ന, നമ്മൾ ഇന്റേണൽ ആയി കിട്ടിയ, ഇൻബോൺ ആയി കിട്ടിയ നമ്മുടെ ചില ഘടകങ്ങൾ, ഈ ട്രൈറ്റുകൾ പല തരത്തിലുള്ള ട്രൈറ്റുകൾ കാണാൻ സാധിക്കും. എക്സ്റ്റേണൽ കാണാം, ഇന്റേണൽ കാണാം, അങ്ങനെ തുടങ്ങുന്ന ട്രൈറ്റ് തിയറി എന്ന തിയറി ഉണ്ട്. അപ്പൊ ഈ ട്രൈറ്റുകൾ അത് പ്രത്യേക രീതിയിൽ ഘടിച്ച് അല്ലെങ്കിൽ പ്രത്യേക രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണമാണ്, ഈ ട്രൈറ്റുകൾ കാരണമാണ് നമ്മൾ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇയാളാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇന്ന ട്രൈറ്റുകളാണെന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഈ ട്രൈറ്റുകളുടെ ഓർഗനൈസേഷനും സ്ട്രക്ചറും പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്നിടത്ത് സഹായിക്കുന്നുണ്ട്. അഥവാ പ്രത്യേക രീതിയിലുള്ള ട്രൈറ്റുകളാണെങ്കിൽ അദ്ദേഹം ഇന്ന രീതിയിലുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. MBTI എന്ന് പറഞ്ഞ തിയറി ഒക്കെ പഠിക്കാനുണ്ട് നമുക്ക്, ഒരു ടൈപ്പ് തിയറി ആയിട്ട്. അതുപോലെ തന്നെ ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ, അങ്ങനെ തുടങ്ങുന്ന കുറേ സാധനങ്ങളും പഠിക്കാനുണ്ട്. അപ്പോൾ ട്രൈറ്റുകൾ ജന്മനാ നമുക്ക് കിട്ടിയ, ഇൻബോൺ ആയി കിട്ടിയ, ഇനേറ്റ് ആയി കിട്ടിയ ചില ക്വാളിറ്റീസ്, അതാണ് ട്രൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഓർഗനൈസേഷനും ഇത് പ്രത്യേക രീതിയിൽ ഘടിച്ചതുമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെരുമാറുന്നത്. അപ്പൊ ഇന്റേണൽ ട്രൈറ്റുകളും ഇന്റേണൽ ട്രൈറ്റുകളുടെ ഓർഗനൈസേഷനും സ്ട്രക്ചറും നമ്മളെ പേഴ്സണാലിറ്റി പ്രകടമാക്കുന്നതിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയെ പ്രത്യേകം വേർതിരിക്കുന്നതിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ഡൈനാമിക് നേച്ചർ. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെർമനന്റ് ആയിട്ടൊന്നായിരിക്കില്ല, ഡൈനാമിക് ആയിരിക്കും. സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മാറാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ളതായിരിക്കും. അങ്ങനെ പോകുമ്പോഴാണ് പ്രോപ്പർ പേഴ്സണാലിറ്റി. അങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഇല്ല എങ്കിൽ റിജിഡ് ആയി പോകും. അത് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡറിലൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരിക്കും. രണ്ടാമത്, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും. 3, ഇന്റേണൽ കോസേഷൻ അതിന്റെ പ്രധാന ഘടകമാണ്. 4, ട്രൈറ്റുകൾ എന്ന് പറയുന്ന സാധനം പ്രത്യേക രീതിയിൽ ഓർഗനൈസ്ഡ് ആണ്, സ്ട്രക്ചേർഡ് ആണ്. അത് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ്. മറ്റൊന്ന്, ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഡൈനാമിക് നേച്ചർ ഉള്ളതാണ്. അഥവാ എന്നും എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, മറിച്ച് വളരുന്നതിനനുസരിച്ച്, പഠിക്കുന്നതിനനുസരിച്ച് പെരുമാറുവാനും ഇടപഴകുവാനുള്ള കഴിവും സിദ്ധിയും നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ചെറിയ ഡൈനാമിസം അല്ലെങ്കിൽ അതിന് ചേഞ്ചിന് സാധ്യത ഉള്ളതാണ്. പേഴ്സണാലിറ്റി മാറ്റിയെടുക്കാം, പൂർണ്ണമായി മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിലും ഡൈനാമിക്സ് ഉള്ളതാണ്, ചേഞ്ച് ഉള്ളതാണ്, അല്ലെങ്കിൽ ചേഞ്ചിന് വിധേയമാണ് പേഴ്സണാലിറ്റി. ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ഈ പോയിന്റ് നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. ബാക്കി എക്സ്പ്ലെയിൻ നമുക്ക് എങ്ങനെയും ചെയ്യാം. ഒന്ന്, ഇൻഡിവിജ്വാലിറ്റി, പിന്നെ കൺസിസ്റ്റൻസി, പിന്നെ ഇന്റേണൽ കോസേഷൻ, പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ദി ട്രൈറ്റ്സ്, പിന്നെ പറയാനുള്ള ഡൈനാമിക് നേച്ചർ. ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഫീച്ചറായിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളതിന്റെ കോൺസെപ്റ്റ് എന്താ മനസ്സിലാക്കി, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താ മനസ്സിലാക്കി. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ സാർ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ കൺസിസ്റ്റൻസിയും അപ്പോൾ ഡൈനാമിക് നേച്ചറും എങ്ങനെയാണ് പറയുക? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക്, അതായത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു ഘടകം, ട്രൈറ്റ്, ആ ട്രൈറ്റ് ആണ് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ പെരുമാറുന്നത്. അതിന്റെ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും. പക്ഷേ അത് മാറില്ല എന്ന് പറയുന്നത്. ഒരു റബ്ബർ നമുക്ക് വലിച്ചു നീട്ടാം, അപ്പൊ ഡൈനാമിക്സ് ഉണ്ട് അല്ലെ. എന്നാൽ അതേസമയം അത് വിട്ടു കഴിഞ്ഞാൽ അത് അതിലേക്ക് വരുന്നുണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പോൾ ചേഞ്ചിന് വിധേയമാണ്, എന്നാൽ പൂർണ്ണമായിട്ട് മാറുക അതെറ്റല്ലതാണ്. അപ്പൊ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ സന്ദർഭത്തിനും സാഹചര്യത്തിനും വെച്ച് പെരുമാറാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ലൂസിഡിറ്റി ഉണ്ട്. ഇല്ല എങ്കിൽ റിജിഡിറ്റി ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പ്രോബ്ലം ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ക്ലിയർ ആയ സാർ? അതെ. അപ്പോ പൂർണ്ണമായിട്ട് അദ്ദേഹം ആകാതെ, അദ്ദേഹമല്ലാതെ വേറെ ആളാകുന്നില്ല. പക്ഷെ അതേസമയം അവസരത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നമ്മൾ പെരുമാറാറുണ്ടല്ലോ. അതാണല്ലോ ശരിക്കും പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞല്ലോ. മാസ്ക് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഒരു മുഖംമൂടി. പ്രത്യക്ഷത്തിൽ നമ്മൾ എന്താണോ കാണിക്കുന്നത് അതാണ് നമ്മൾ പേഴ്സണാലിറ്റി. പക്ഷേ അതിന്റെ ഉള്ളിൽ പലതും ഉണ്ട് എന്നാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ആ പലതുമുണ്ട് നമ്മളെ കൺസിസ്റ്റന്റ് ആയി നമ്മൾ നിലനിർത്തുന്ന ഒരു സാധനം, അത് കൺസിസ്റ്റൻസി. അതേസമയം സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഇടപഴകാനും പെരുമാറാനും പ്രകടിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ചെറിയ ഒരു ഇത്, അതാണ് അതിന്റെ എന്താ പറയാ ഡൈനാമിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൈനാമിക് ആണ്, കൺസിസ്റ്റന്റ് ആണ്, അത് രണ്ടും ഇതിന്റെ ഫീച്ചറാണ്. ക്ലിയർ ആയോ സാറേ? ഓക്കെ. യെസ്. ഇനി നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് ഒരു ഡെഫിനിഷനെ കൃത്യമായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡെഫിനിഷൻ പഠിക്കാം. ഗോൾഡൻ ആൽപോർട്ടിന്റെ നമുക്ക് പഠിക്കാനുണ്ട്. 16 PF എന്നൊക്കെ പറഞ്ഞ റൈമണ്ട് ബി കാറ്റലിന്റെ തിയറി വരുന്നതിന് മുമ്പ് പഠിക്കാനുള്ള ട്രൈറ്റ് ടൈപ്പ് തിയറിയിൽ വരുന്നതാണ് ഗോൾഡൻ ആൽപോർട്ടിന്റെ തിയറി. ഏതായാലും ഗോൾഡൻ ആൽപോർട്ട് പേഴ്സണാലിറ്റിയെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരിക്കും. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് എസ് ചോദിക്കുകയാണെങ്കിലും പാരഗ്രാഫ് ചോദിച്ചാലും തേർഡ് പാർട്ട് സി പാർട്ടിൽ 3 മാർക്കിൽ ചോദിച്ചാലും ഈ ഒരു ഡെഫിനിഷനെങ്കിലും നമുക്ക് പറയാൻ കഴിയും. പേഴ്സണാലിറ്റി എന്ന് ഡൈനാമിക് ഓർഗനൈസേഷൻ ഓഫ് സൈക്കോളജിക്കൽ സിസ്റ്റം ഡിറ്റർമൈനിങ് യുണീക്ക് അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഡൈനാമിക് ആണ്, അത് പറഞ്ഞാൽ ചേഞ്ചിന് സഹായിക്കുന്നതും ചേഞ്ച് ചെയ്യാവുന്നതും മാറാനൊക്കെ പറ്റുന്ന ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണ്. എന്നാൽ ഓർഗനൈസ്ഡ് ആണ്, അൺസ്ട്രക്ചേർഡ് അല്ല, മറിച്ച് ഓർഗനൈസ്ഡ് ആണ്. സൈക്കോ ഫിസിക്കൽ സിസ്റ്റം അഥവാ മാനസികവും ശാരീരികവുമായ സിസ്റ്റംസ്, അത് തന്നെ ഡിറ്റർമൈൻ യുണീക്ക് അഡ്ജസ്റ്റ്മെന്റ്, ആ വ്യക്തിയെ സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാൻ സഹായിക്കുന്ന. അപ്പോൾ ഏതൊരു വ്യക്തിയെയും എവിടെയായാലും ആ സന്ദർഭത്തിനനുസരിച്ച് അവിടെ ഫിറ്റ് ആവുന്ന രീതിയിൽ അദ്ദേഹത്തെ പെരുമാറാൻ സഹായിക്കുന്ന അദ്ദേഹത്തിനുള്ള ചില ക്വാളിറ്റികളുണ്ട് അല്ലേ? അപ്പൊ ആ ക്വാളിറ്റിയാണ് നമുക്ക് പേഴ്സണാലിറ്റി എന്നുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഡൈനാമിക് ആണ്, ഓർഗനൈസ്ഡ് ആണ്, പിന്നെ അതുപോലെ തന്നെ യുണീക്ക് അഡ്ജസ്റ്റ്മെന്റിനെ സഹായിക്കുന്ന പ്രത്യേക രീതിയിലുള്ള ഈ ഡൈനാമിക് ഓർഗനൈസ്ഡ് സംവിധാനത്തെ നമുക്ക് പേഴ്സണാലിറ്റി എന്നും മനസ്സിലാക്കാം. ഗോൾഡൻ ആൽപോർട്ടിന്റെ ആ തിയറി, ആ ഒരു ഡെഫിനിഷനിലെ പ്രധാനപ്പെട്ട പോർഷൻസ് ആണിത്. ഡെഫിനിഷൻ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ നോട്ട്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇവോൾവ് ആയിരിക്കും. പേഴ്സണാലിറ്റി എന്നുള്ള ഇവോൾവിംഗ് ആണ്, അതായത് വയസ്സ് കൂടുന്നതിനനുസരിച്ച്, വിഷയങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് മാറാൻ സഹായിക്കുന്ന ഒരു ഡൈനാമിക് നേച്ചർ ഉള്ളതാണ്. അതേസമയം പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സിസ്റ്റമാണ്. അങ്ങനെ പറഞ്ഞാൽ ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി ഇൻഫ്ലുവൻസ്. നമ്മുടെ ബോഡി എന്നത് പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്, അതോടുകൂടെ ബോഡിന്റെ ഉള്ളിൽ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന മൈൻഡ് കോൺഷ്യസ്നെസ് എന്നുള്ളത് നമ്മളെ പേഴ്സണാലിറ്റിയെ സഹായിക്കുന്നു. കേവലം ബോഡി നോക്കിയിട്ട്, കേവലം സ്ട്രക്ചർ നോക്കിയിട്ട്, കേവലം ഫിസിക് നോക്കിയിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ കേവലം മൈൻഡും ഇത് നോക്കിയിട്ട് രണ്ടും കൂടി ചേർന്ന കമ്പൈൻഡ് ഒരു സാധനമാണ്, അതാണ് നമുക്ക് പഠിക്കുക. അപ്പോൾ മൈൻഡും ബോഡിയും ചേർന്നതും എന്നാൽ കൺസിസ്റ്റൻസി ഉള്ളതും ഇൻഡിവിജ്വാലിറ്റി ഉള്ളതും അതിനൊക്കെ പുറമെ ഡൈനാമിക് നേച്ചർ ഉള്ളതുമായ ഒരു കോൺസെപ്റ്റ്, ഒരു സംഭവമാണ്, ഒരു സ്ട്രക്ചറാണ് പേഴ്സണാലിറ്റി എന്നാണ് നമുക്ക് ഈ ആൽപോർട്ടിന്റെ ഡെഫിനിഷൻ മനസ്സിലാകുന്നത്. ഇനി ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള 2-3 ടേമുകളൊന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കും എങ്കിലും പോസിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കാറുണ്ട് ക്യാരക്ടറിനെ കുറിച്ച്. ടെമ്പറാമെന്റ് നമ്മൾ ഈ പേഴ്സണാലിറ്റി ഈ പേപ്പറിൽ തന്നെ അടുത്ത യൂണിറ്റുകളിൽ നമുക്ക് പഠിക്കാറുണ്ട്. ഗോൾഡൻ ആൽപോർട്ടിനെ നമ്മൾ പഠിച്ചത്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഓവറോൾ ബിഹേവിയർ പാറ്റേൺ ആൻഡ് ട്രൈറ്റ്സ്. ഒരാളുടെ ഓവറോൾ ബിഹേവിയർ പാറ്റേൺ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം ഏത് രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്, അതിന്റെ ഓവറോൾ നേച്ചറിനെയാണ്. അതുപോലെ തന്നെ ട്രൈറ്റ്, അദ്ദേഹത്തെ അങ്ങനെ പെരുമാറാൻ സഹായിക്കുന്ന ഇന്റേണലായി കിട്ടിയ, ഇൻബോൺ ആയി കിട്ടിയ ചില ക്വാളിറ്റീസ് ഉണ്ട്. ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓവറോൾ ബിഹേവിയർ പാറ്റേൺ, മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി, അതോടുകൂടി തന്നെ ആ അങ്ങനെ പെരുമാറാൻ അദ്ദേഹത്തെ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ചില ഇന്റേണൽ ക്വാളിറ്റീസ്, അതാണ് ട്രൈറ്റ്. അപ്പോൾ ഓവറോൾ ബിഹേവിയർ പാറ്റേൺ ആൻഡ് ട്രൈറ്റ്സിനെയാണ് പേഴ്സണാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ചില കാര്യം ഇതിലൊക്കെ ഒരു വാല്യൂ ഒക്കെ ചേർക്കാറുണ്ട്. അദ്ദേഹം നല്ല ആള് ഉഷാറാണ്, നമ്പാൻ പറ്റുന്ന ആളാണ്, വിശ്വസനീയനാണ്, അല്ലെങ്കിൽ ആള് പറ്റില്ല, ആള് ഒരു ചതിയ, അങ്ങനെ ഉണ്ടല്ലോ, ഒരു വാല്യൂ ചേർത്തുകൊണ്ട് വരും. ഈ വാല്യൂ ആസ്പെക്റ്റിലൂടെ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ചതിയനാണ്, അയാൾ കൊള്ളാവുന്ന ആളാണ്, ഹോണസ്റ്റിയാണ്, അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി ഉള്ള ആളാണ്, വാക്കും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടെടുക്കുന്ന ആള്, പറച്ചിലൊന്ന് പ്രവൃത്തി വേറെ, അങ്ങനെയൊന്നുമല്ല, മറിച്ച് ഒരു ഇന്റഗ്രിറ്റി ഉണ്ട്, എന്താണോ പറയുന്നത് അത് തന്നെ അദ്ദേഹം ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ചില വാല്യൂ ആസ്പെക്റ്റിൽ, ഈ വാല്യൂ ആസ്പെക്റ്റ് ആണ് ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല ആള് എന്ന് പറയുമ്പോൾ നല്ല ക്യാരക്ടർ, അത് പേഴ്സണാലിറ്റിയുടെ ഒരു ക്യാരക്ടർ ആസ്പെക്ട് മാത്രമാണ്.
അതേസമയം ടെമ്പറാമെന്റ് എന്ന് പറഞ്ഞാൽ പ്രകടമായി കാണുന്ന വാല്യൂ ഓറിയന്റഡ് അല്ല, മറിച്ച് അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇന്റേണലായ ഇൻബോണായ ചില ക്വാളിറ്റീസ് ഉണ്ട്. ഇതാണ് ഈ ടെമ്പറാമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്റേണലായി കിട്ടിയ ചില ക്വാളിറ്റീസ് ഇത് ടെമ്പറാമെന്റ് ട്രൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. എന്നാൽ പ്രകടമായി കാണുന്ന ചില കാര്യങ്ങളെ നമ്മൾ വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ അത് കൾച്ചറിന്റെ ഭാഗമാണ്, ഇതാണ് ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഓവറോൾ ബിഹേവിയർ പാറ്റേണും ട്രൈറ്റും ഇതാണ് പേഴ്സണാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. മൂന്ന് രീതിയിലൂടെ നമ്മൾ മനസ്സിലാക്കണം. മൂന്നും ഒരുപോലെയാണ്, പക്ഷെ അതിന്റെ ആസ്പെക്റ്റിൽ, അതിന്റെ എന്താ പറയാ, അതിന്റെ എന്താ പറയാ ആസ്പെക്റ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഓവറോൾ ആണ്, ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കൾച്ചർ വാല്യൂ ഓറിയന്റഡ് ആണ്, ടെമ്പറാമെന്റ് എന്ന് പറയുമ്പോൾ ഇൻബോണൽ ആൻഡ് ഇമോഷണൽ ആണ്, അത് അഡാപ്റ്റബിലിറ്റിയെ സഹായിക്കുന്ന ഒരു ക്വാളിറ്റിയും കൂടിയാണ്. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എസ്സേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ചാപ്റ്ററിൽ ഇതുവരെ വന്നതിൽ നമ്മൾ ചെറിയ കോൺസെപ്റ്റ് മനസ്സിലാക്കി, ഡെഫിനിഷൻ മനസ്സിലാക്കി, ഫീച്ചേഴ്സ് മനസ്സിലാക്കി, പിന്നെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ, ടെമ്പറാമെന്റിന്റെ ചെറിയ രീതിയിൽ ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇന്റർ കണക്ഷൻ നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ജന്മന ഒരാൾക്ക് പേഴ്സണാലിറ്റി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം, പക്ഷെ ഇല്ല. അദ്ദേഹം ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാഹചര്യവും ചുറ്റുപാടും ഇന്റേണലായ ചില ഘടകങ്ങൾ ചേർന്നിട്ടാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിരുന്നോ, അതാണ് ഇതിൽ തിരി. അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഘടകങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, രണ്ട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, മൂന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. പുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അഞ്ചായി തിരിക്കാം. ഈ എൻവയോൺമെന്റിന് സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയും, മറ്റേ സോഷ്യോ സൈക്കോ എന്ന് പറയും. ഇങ്ങനെ നമുക്ക് തരും. ഏതായാലും നമുക്ക് മൂന്ന് മെയിൻ ഹെഡിങ്ങിന്റെ കീഴിൽ ഇതിനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഇതിൽ ഓരോന്നിനെയും അതിന്റെ അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്തായിരുന്നാലും ഇതിൽ മൂന്നും കൂടി ചോദിക്കാം. അതല്ലെങ്കിൽ ഇതിൽ രണ്ടെണ്ണം എടുത്തുകൊണ്ട് ഇപ്പോൾ ഉദാഹരണം സോഷ്യോ സൈക്കോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സോഷ്യോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും കേട്ടോ. 20 മാർക്കിന് അതല്ലെങ്കിൽ 10 മാർക്കിനൊക്കെ വരാവുന്നതാണ്. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ. അപ്പോൾ പേഴ്സണാലിറ്റി ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ്, ഒന്ന് ബയോളജിക്കൽ, രണ്ട് സൈക്കോളജിക്കൽ, മൂന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഈ മൂന്നിനെയും കൂടിയിട്ട് നമുക്ക് എന്ത് പറയാം? പേഴ്സണാലിറ്റി ഡിറ്റർമിനൻസ് എന്ന് വിളിക്കാം. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ അഥവാ ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ഡിറ്റർമിനൻസ്. ഇത് മൂന്നും ചേർന്നിട്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നിടത്തിൽ അദ്ദേഹത്തിന്റെ ഫിസിക്കിന് അഥവാ അദ്ദേഹത്തിന്റെ ബയോളജിക്ക് പ്രാധാന്യമുണ്ട്, രണ്ട് അദ്ദേഹത്തിന്റെ മെന്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിന് പ്രാധാന്യമുണ്ട്, മൂന്ന് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കിടക്കുന്ന എൻവയോൺമെന്റ് അതിനും പ്രാധാന്യമുണ്ട്. ഇത് മൂന്നിന്റെയും അനന്തരഫലമായിട്ടാണ്, ഇതിന് മൂന്നിന്റെയും കൂട്ടി ഉരസൽ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഒരു വ്യക്തിയായി വരുന്നത്. അദ്ദേഹത്തിന്റെ ബിഹേവിയർ, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി തീരുമാനിക്കപ്പെടുന്നു. ഇനി നമുക്ക് ഓരോന്നിലേക്കും പോകാം. ബയോളജിക്കൽ ഫാക്ടേഴ്സ് അഥവാ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരീരപ്രകൃതി എന്ന് പറയാം. ഇപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബോഡി ബിൽഡ്. ഈ തിയറി ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഷെൽഡന്റെ ഒരു തിയറി നമുക്ക് കാണാൻ സാധിക്കും. ഷെൽഡൻ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹം പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 തരത്തിലാണ്. അത് ബോഡി നേച്ചർ അല്ലെങ്കിൽ ബോഡി ബിൽഡ് നോക്കിയിട്ടാണ് നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ 3 തരത്തിലുള്ള പേഴ്സണാലിറ്റി കാണാൻ സാധിക്കും: എക്ടോമോർഫ്, എൻഡോമോർഫ്, മീസോമോർഫ്. ഷെൽഡന്റെ കോൺസെപ്റ്റ് അനുസരിച്ച്, ഷെൽഡന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ തീരുമാനിക്കുന്ന പ്രധാന ഘടകം അദ്ദേഹത്തിന്റെ ബോഡി ബിൽഡാണ്. ഏത് തരത്തിലുള്ള ബോഡിയാണ് അദ്ദേഹത്തിനുള്ളത്, ഏത് തരത്തിലുള്ള ഫിസിക്കാണ് അദ്ദേഹത്തിനുള്ളത്, ബയോളജിക്കൽ ആസ്പെക്ട് ആണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ളൊന്നും നോക്കുന്നില്ല. ഇമോഷനോ ഫീലിംഗോ കൾച്ചറോ അല്ലെങ്കിൽ മറ്റേ ഒന്നും നോക്കുന്നില്ല, കുറച്ച് അദ്ദേഹത്തിന്റെ ബോഡി ടൈപ്പ്. അത് എക്ടോമോർഫ്, എൻഡോമോർഫ്, മീസോമോർഫ് എന്ന് 3. എക്ടോമോർഫ് എന്ന് പറഞ്ഞാൽ ലീൻ, മെലിഞ്ഞ. അതിന്റെ വിശദീകരണം നമുക്ക് നോട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആള് മെലിഞ്ഞ, അതുപോലെ തന്നെ അത്ര ലീനായിട്ടുള്ള, വളരെ ഒരു ഇർക്കിളി പോലെയുള്ള ശരീരമാണെങ്കിൽ അതിനെ നമുക്ക് എക്ടോമോർഫ് എന്ന് പറയും. ഒരു കുറച്ചൊക്കെ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ. എൻഡോമോർഫ് എന്ന് പറഞ്ഞാൽ തടിച്ചു കൊഴുത്ത, ഉരുണ്ട പ്രകൃതി. അവർക്ക് നീളം കുറവായിരിക്കും, മറിച്ച് അവർ തടിയും വീതിയും പൊണ്ണത്തടി പോലെയൊക്കെ ഉണ്ടായിരിക്കും. അവർ പ്രത്യേക രീതിയിലായിരിക്കും, അവരുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കും എന്നുള്ള വിശദീകരണം കാണാം. അത് കഴിഞ്ഞാൽ ഇത് രണ്ടുമല്ലാത്തൊന്ന് മീസോമോർഫ്, പാകത്തിൽ അത്ലറ്റിക് ബോഡി, വലിയ നീളമല്ല എന്നാൽ തടിച്ചു കൊഴുത്ത് ഉരുണ്ടവരും അല്ല, മറിച്ച് അത്യാവശ്യം മസിലൊക്കെ ഉള്ള ആക്റ്റീവായ ഡൈനാമിക് ആയ ആൾക്കാർ.
ഇങ്ങനെ ബോഡി ഷേപ്പ് നോക്കിയിട്ട്, ഫിസിക്കൽ നേച്ചർ നോക്കിയിട്ട്, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് വ്യക്തിയെ തരംതിരിക്കാം എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഷെൽഡൻ്റെത്. ഇത് പണ്ട് കാലത്ത് ആക്സെപ്റ്റഡ് ആയി, ഇന്ന് ഇതിനൊരു വാല്യൂ ഇല്ല, ഫുള്ളി നെഗ്ലക്റ്റഡും അൺറിജക്റ്റഡും ഒബ്സെരിറ്റി ആണ് ഇത്. എങ്കിലൊന്ന് പഠിക്കാം. അപ്പോൾ ബയോളജിക്കൽ ഫാക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ബയോളജിയാണ് പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ബോഡി ബിൽഡ് ചെയ്യുന്നത് ഷെൽഡൻ പറഞ്ഞ കാഴ്ചപ്പാട്. എന്നാൽ നമ്മൾ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നതിൽ വലിയ പങ്കുണ്ട് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്. നമുക്കറിയാലോ, നല്ല കാണാൻ ചൊറുക്കുള്ള ഒരു കുട്ടി, നല്ല കാണാൻ കഴിവ്, നല്ല കാണാൻ ബ്യൂട്ടിയുള്ള അട്രാക്റ്റീവായ ക്യൂട്ടായ ഒരു കുട്ടിയോട് അത്ര ക്യൂട്ടല്ലാത്ത കുട്ടിയോട് കാണിക്കുന്നതിനേക്കാൾ സ്നേഹവും അടുപ്പവും വാത്സല്യവും കാണിക്കുവാനും അല്ലേ? നമ്മൾ ഈ ജോബ് നേച്ചറിൽ വന്നാലും ഒരു ഇന്റർവ്യൂക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബോഡി, അദ്ദേഹത്തിന്റെ സ്കിന്നിന്റെ ടോണ്, അദ്ദേഹത്തിന്റെ ആ ഒരു കാണാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് അദ്ദേഹം ജോലി മിക്കവാറും ഇന്റർവ്യൂ പാസ്സാകുന്നതിൽ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്റർവ്യൂ പാസ്സായി ജോലിയിലായാലും പ്രൊമോഷനും സഹായിക്കുന്നുണ്ട്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? സ്കിന്നിന്റെ കളറ്, അദ്ദേഹത്തിന്റെ ഒരു അത് നമുക്കറിയാം, അത് സൈക്കോളജിക്കൽ ഉള്ളതാണ്, നിഷേധിക്കാനും കഴിയില്ല. അപ്പോൾ അതിന് സ്വാധീനമുണ്ട് എന്നാണ്. പിന്നെ ഹോമിയോസ്റ്റാറ്റിസ്, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റു സാധനം ഹോമിയോസ്റ്റാറ്റിസ് എന്നാൽ നമ്മുടെ മാനസിക നില. നമുക്കുണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ സംസാരം വളരെ കാമായി ക്വയറ്റായി കൊണ്ടുപോകാൻ എന്നെ സഹായിക്കുന്ന ചില ഹോർമോൺ എനിക്കുണ്ട്. അതേസമയം ഞാൻ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ചിലപ്പോൾ സ്പീഡിൽ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ പറയാൻ കഴിയാതെയും. അപ്പോൾ നമ്മളാക്കി കീപ്പ് ചെയ്യുന്ന, ബാലൻസ് ചെയ്യുന്ന ചില ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് പേഴ്സണാലിറ്റിയുടെ ഭാഗം, ബയോളജിക്കൽ ഫിസിക്കൽ ഘടകം, ബോഡി ബാലൻസ്. അപ്പോൾ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഹോർമോൺ നില. അപ്പോൾ ഉദാഹരണം നമുക്കറിയാം, ചില സാധനങ്ങൾ, ചില ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആവും. അതേസമയം ചില ഹോർമോണുകൾ കുറയുമ്പോൾ നമ്മളാകെ ഇനാക്റ്റീവ് ആവും. നമുക്കറിയാം ഡോപ്പമിൻ എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് MAPC 11 സൈക്കോ പാത്തോളജിയിൽ കൃത്യമായി പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ ഹോർമോണുകളും ബ്രെയിനിന്റെ പ്രവർത്തനം, തോട്ടിനെ, നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ മെറ്റബോളിസത്തെ എങ്ങനെ സഹായിക്കുന്നുള്ളത്, HP ആക്സിസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ബ്രെയിനിൽ നിന്നും അല്ലെങ്കിൽ പാൻക്രിയാസിൽ നിന്നും അതുമല്ലെങ്കിൽ മറ്റു ഇന്റേണൽ ഓർഗാനിൽ നിന്നും ചില ഗ്ലാൻഡുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഹോർമോണിന് തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാനും അല്ലെങ്കിൽ അതിനെ നമ്മൾ ആക്കി തീർക്കുന്നതിനും വലിയ റോളുണ്ട്. നമുക്കറിയാം ഈസ്ട്രോജൻ, ആൻഡ്രോജൻ, ഇത് കൂടുമ്പോൾ ഉണ്ടാകുന്നത് കുറയുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും, ഇപ്പോൾ ബ്ലഡ് ലെവല് കൂടിയാൽ ഇങ്ങനെയാണ്, ലെവല് കുറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് നമുക്കറിയാം. ആക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആവുന്നത്, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ എക്സൈറ്റഡ് ആവുന്നത്. അപ്പോൾ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെയും ബ്ലഡിന്റെയും അല്ലെങ്കിൽ മറ്റുള്ള ഘടകങ്ങളുടെയും ആ ഒരു സമനില വളരെ പ്രധാനമാണ്. ഇത് സമമായി നിൽക്കുമ്പോൾ നമുക്ക് പ്രഷർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതുണ്ടാവില്ല. അത് അല്പം കൂടുമ്പോൾ പ്രഷർ കൂടി കുറഞ്ഞു, അല്ലെങ്കിൽ ആൾ ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര അജിറ്റേറ്റഡ് ആണ്, എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിൽ നമ്മുടെ ഫിസിക്കല്, ബയോളജിക്ക് വലിയ റോൾ ഉണ്ട്. അതാണ് ഹോമിയോസ്റ്റാറ്റിസ്. അതിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ, നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ എക്സ്പോഷറിലൊക്കെ മാറ്റങ്ങളുണ്ട്. പിന്നെ ഫിസിക്കൽ ഡിഫക്ട്സ്, ഹെൽത്ത് കണ്ടീഷൻ അറിയാം. കണ്ണ് കാണാത്തവന്, അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവന്, അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ഒരാൾ, അദ്ദേഹത്തിന് സമൂഹത്തിൽ കിട്ടുന്ന ഒരു വാല്യൂ, അതല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആയി നിൽക്കുന്ന ഒരാൾ, അയാൾ കിട്ടുന്ന വാല്യൂ, ഇതിനൊന്നും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചില ഡിഫക്റ്റുകൾ, തലച്ചോറിന് എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയിലും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻ, നമുക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാകുന്ന രൂപത്തിലായിരിക്കില്ല. അതേ വ്യക്തി തന്നെ എന്തെങ്കിലുമൊക്കെ അസുഖം പിടിച്ച് കിടന്നാലോ പോയി. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ വലിയ റോള് ബയോളജിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ഉണ്ട് എന്നാണ് നമുക്ക് തീരുമാനം. അപ്പോൾ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങളിൽ ഒന്ന് ബയോളജിയാണ്, അല്ലെങ്കിൽ ഫിസിക്കാണ്. അതിന്റെ 2-3 കോൺസെപ്റ്റുകളും പഠിച്ചു. ഷെൽഡന്റെ തിയറി, എൻഡോമോർഫിക്, എക്ടോമോർഫിക്, മീസോമോർഫിക് എന്ന തിയറിയും, അതുപോലെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, അട്രാക്റ്റഡ് ആണ്, ക്യൂട്ട് ആണെങ്കിൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് കൂടുതലാണ്, ക്യൂട്ട് അല്ല എങ്കിൽ ആക്സെപ്റ്റൻസ് കുറവാണ്. ഒരു നല്ലൊരു കുട്ടി, സ്കൂളിൽ പഠിപ്പിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മേഖലയിൽ ഒരു കുട്ടി, അവൻ കാണാൻ ഉഷാറാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഉഷാറാണെങ്കിൽ അവൻ ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിയും കുത്തൊന്നും കിട്ടിക്കോളണമെന്നില്ല. അതേസമയം കച്ചറക്കുട്ടിയാണെങ്കിൽ അവൻ ചെയ്ത തെറ്റ് ചിലപ്പോൾ അടി കിട്ടും, പുറത്താക്കുകയും. കാരണം എന്താ, അത് ഒരു മനുഷ്യരിൽ കണ്ടുവരുന്ന പാടില്ല എന്നതാണെങ്കിലും ഉള്ളതാണ്. അപ്പോൾ ബയോളജി അല്ലെങ്കിൽ ഫിസിക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഇടപാടിന് സ്വാധീനിക്കുന്നുണ്ട്. ഇനി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആയിരുന്നു, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന മറ്റൊരു ഘടകം. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ മൈൻഡും ഇമോഷനും പെടുന്നുണ്ട്. മെന്റൽ പ്രോസസ്സുകളും ഇമോഷണൽ പ്രോസസ്സും. അത് ഇന്റലക്ച്വൽ ഡിറ്റർമിനൻസ്. സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ ഇന്റലക്ച്വൽസ് ആണ്, മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ്.
ഇന്റലിജന്റ് ആണ് എങ്കിൽ, ഉദാഹരണം നമ്മൾ വീട്ടിലുള്ള കുട്ടികളാട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്നവരാട്ടെ, അവരുടെ ഇന്റലിജൻസിന്റെ ലെവൽ ഒരു നോർമൽ ഇന്റലിജന്റ് ആണെങ്കിൽ അവനോ കിട്ടുന്ന ഒരു സ്വീകാര്യത അല്ലെങ്കിൽ അവന്റെ പെർഫോമൻസ് അതായിരിക്കില്ല എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു കുട്ടിയാണെങ്കിൽ. ഇന്റലിജൻസ് കൂടിയൊരു കുട്ടിയാണെങ്കിൽ പലപ്പോഴും ചില തെറ്റുകളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം അവന്റെ കാര്യം പെർഫോമൻസ് ഒക്കെ വളരെ ബെറ്റർ ആകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയോടെ കൂടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉഷാറായിരിക്കും. അതേസമയം ഭയങ്കര എക്സ്പേർട്ടാണ് അല്ലെങ്കിൽ ഭയങ്കര കഴിവുള്ളവനാണ് എന്നൊരു ധാരണയിൽ അവഗണനയോ അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മയോ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അബദ്ധത്തിൽ പോയി ചെയ്യും. അപ്പോൾ ഇന്റലിജൻസ് എന്നുള്ളത് നമ്മുടെ പെർഫോമൻസിനെ നല്ലോണം സ്വാധീനിക്കുന്നുണ്ട്. ബിലോ ആവറേജ് ആണ് എങ്കിൽ, ഇന്റലിജൻസ് ബിലോ ആവറേജ് ലെവലാണെങ്കിൽ മിക്കവാറും അവന്റെ പെർഫോമൻസ് ക്ലാസ്സിലാവട്ടെ മറ്റു മേഖലയിലാവട്ടെ അവന്റെ പെർഫോമൻസിനെ അത് സ്വാധീനിക്കുന്നു, അഥവാ അവന്റെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നു. ആവറേജ് ഇന്റലിജൻസ് ആണെങ്കിൽ അവൻ എല്ലാ രീതിയിലും ഇതിൽ ക്ലാസ്സിലായാലും വീട്ടിലായാലും സമൂഹത്തിലായാലും പേഴ്സണലായാലും പ്രൊഫഷണലായിട്ടും മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. എന്നാൽ എക്സ്ട്രാ ബ്രില്യന്റ് ഇന്റലിജന്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അടിപൊളിയായിരിക്കും, പക്ഷെ പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചാടാനൊക്കെ സാധ്യതയുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ ഇന്റലിജൻസ് നമ്മുടെ പെർഫോമൻസിനെയും നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ പേഴ്സണാലിറ്റിയും സ്വാധീനിക്കുന്നുണ്ട്. ഒന്നാമത്. രണ്ട്, ഇമോഷണൽ ഡിറ്റർമിനൻസ്. ഇമോഷൻസ് വൺ തന്നെയാണല്ലോ അല്ലെ? ലവ് ആട്ടെ, ആങ്കർ ആട്ടെ, ഫിയർ ആട്ടെ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇമോഷൻസ് ഇത് മനുഷ്യന് വേണ്ടതാണ്. പക്ഷെ വേണ്ട രീതിയിലാണ് പ്രകടിപ്പിക്കേണ്ടത്. ചായയിൽ പഞ്ചസാര പോലെ തന്നെ അല്ലെങ്കിൽ കറിയിൽ ഉപ്പ് പോലെ തന്നെ നമുക്ക് വേണ്ടതാണ്. പക്ഷെ അമിതമായ പ്രശ്നങ്ങളുണ്ട്. ലവ്, കണ്ടവരോടൊക്കെ ലവ് അല്ലെങ്കിൽ കണ്ടവരോടൊക്കെ പരിധിന്റെ അപ്പുറം വീട്ടിൽ പെരുമാറേണ്ട അതേ രീതിയിൽ നമുക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ പറ്റിക്കൊള്ളുന്നില്ല. ആങ്കർ, നമുക്ക് എല്ലാവരോടും ഒരേ രൂപത്തിൽ ആങ്കർ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അതേപോലെ ഒരേ അളവിൽ തന്നെ എല്ലായിടത്തും പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചാണ് നമ്മൾ ആങ്കർ പ്രകടിപ്പിക്കേണ്ടത്. നമ്മുടെ ഫിയറും അതുപോലെ ലവും മറ്റ് ഇമോഷൻസും പ്രകടിപ്പിക്കേണ്ടത്. ഫിയർ വേണം എപ്പോ റിയലിസ്റ്റിക് ആയിട്ട്. ഒരു പാമ്പിനെ കാണുമ്പോൾ കടിക്കുന്ന പാമ്പാണ്, വിഷമുള്ളതാണെങ്കിൽ നമ്മൾ പേടിക്കണം. എന്നാൽ അതേസമയം ഒരു ചേര പോകുമ്പോൾ കടിക്കൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, അപ്പൊ ഇതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ എന്താ പറയാ അകാരണമായ ചില പേടികളുണ്ട്, അത് നമ്മൾ പഠിക്കാനുണ്ട്, ഫോബിയ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. അപ്പോൾ ഇത് മൂന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇമോഷൻസ് നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡിറ്റർമിനിങ് ഫാക്ടറാണ്. നേരത്തെ പറഞ്ഞു ലവ്. അപ്പോൾ എക്സസീവ് ലവും എക്സസീവ് അഫക്ഷനും അത് കൂടിയാൽ, ഇപ്പൊ പാരന്റ്സ് ഒരു ഫാമിലിയിൽ അമിതമായി ആവശ്യത്തിലധികം സഹായിക്കുന്ന പാരന്റ്സ് ആണ് എങ്കിൽ അത് കാരണം കുട്ടി എന്താവും ഓവർ പാമ്പറിങ് കിട്ടി കുട്ടി കേടുവരാൻ സാധ്യതയുണ്ട് അല്ലെ? ആവശ്യത്തിന് ഇടപെടുകയും സംസാരിക്കുകയും ശാസിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യണം. അതൊന്നുമില്ല. അവനോട് കുട്ടിയോട് അങ്ങനെ ചൂടാൻ പാടില്ല അല്ലെങ്കിൽ കുട്ടിയോട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞ് അമിത ലാളന കൊടുത്ത് നനത്തും വെക്കില്ല തലയിലും വെക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ലാളിച്ചു വളർത്തുന്ന കുട്ടി പലപ്പോഴും എന്താവും ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇഷ്യൂസ് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലവ് വേണം, കെയർ വേണം, പ്രൊട്ടക്ഷൻ വേണം, പക്ഷെ അത് അതിന്റെ ഒരു അളവിലായിരിക്കും. എക്സസീവ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഡിഫക്റ്റ് കുട്ടിയിൽ വലുതാണ്. പാരന്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി സെൽഫ് ഡിസ്ക്ലോസറും അതുപോലെ തന്നെ. ഉദാഹരണം, തുറന്ന് സംസാരിക്കേണ്ട ഒരു സ്ഥിതി, ഒരു കഴിവ്, ആരോടും എപ്പോഴും എങ്ങനെയും പറയാനുള്ള ഒരു കഴിവ് ചെറുപ്പത്തിലെ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും, സെൽഫ് ഐഡന്റിറ്റി ഉണ്ടായിരിക്കും. ആ സെൽഫ് കോൺഫിഡൻസും കോൺസെപ്റ്റും ഐഡന്റിറ്റിയിലെ കുട്ടി മിക്കവാറും പെർഫോം ചെയ്ത് ഉഷാറായിരിക്കും അവന്റെ ജീവിതത്തിൽ ഉടനീളം. അതേസമയം ചെറുപ്പത്തിലെ അവഹേളനയും പരിഹാസവും പുച്ഛവും കിട്ടിയ കുട്ടി ഒരു അവനോട് തന്നെ ഒരു ഡിസ്ഗൈൻ, ഒരു പുച്ഛമായിരിക്കും. അതുകൊണ്ട് തന്നെ അവനെ എക്സ്പോസ് ചെയ്യില്ല. ക്ലാസ്സിൽ വന്നാൽ ഉത്തരം അറിയെങ്കിലും പറയില്ല. അപ്പോൾ സെൽഫ് എക്സ്പോഷർ എന്നുള്ളത് പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസിനെ സ്വാധീനിക്കുന്നുണ്ട്, അവ നമ്മുടെ ഹെൽത്തി പേഴ്സണാലിറ്റിയെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഓവർ ആയത് അത് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ കുട്ടിയെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്താൽ, ഉദാഹരണം LKG UKG പഠിക്കുന്ന കുട്ടിയെ ടീച്ചേഴ്സ് അതല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടിയെ ആ കൂട്ടുകാർ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അവഹേളനവും പീഡനവുമാണ് കിട്ടിയതെങ്കിൽ അവരുടെ ഉള്ളിൽ അവനോടൊരു പുച്ഛവും സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ സെൽഫ് ഡിസ്ക്ലോഷർ എന്നുള്ളത് പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നത് ഇമോഷണൽ ആസ്പെക്ട് ആയിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആസ്പെക്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഘടകമാണ് ആസ്പിറേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും നമുക്ക് പലതും നമ്മൾ ആസ്പയർ ചെയ്യുന്നുണ്ട്. ഓരോ വ്യക്തിയും അവരുടെ പ്രായത്തിനനുസരിച്ച് അല്ലെ. ഞങ്ങൾ കഴിഞ്ഞ വർഷം PG ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ആസ്പിറേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ആസ്പിറേഷൻ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറെ ആസ്പിറേഷൻസ്. അങ്ങനെ ആസ്പിറേഷൻസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ഘടകമാണ്. ആസ്പിറേഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ നേടാൻ സാധിക്കുക എന്നുള്ളത് അച്ചീവ്മെന്റ്സ് അതുമാണ് തന്നെ. അപ്പോൾ നമ്മൾ ആസ്പയർ ചെയ്യുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നേടാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു വിശ്വാസം, കോൺഫിഡൻസ് കൂടുന്നു. അപ്പൊ മുന്നോട്ട് പോകാനും മുന്നോട്ട് ഗമിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ത്വര നമുക്കുണ്ടാവും. നേരെ മറിച്ച് അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ കാഴ്ചപ്പാടോ നിലയിൽ എന്നും എവിടെയാണോ നിൽക്കുന്നത് ഇരിക്കുന്നിടത്ത് അല്ലെങ്കിൽ നിൽക്കുന്നിടത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇമോഷണൽ ആസ്പെക്ട് ആണ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ്. ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മുടെ ഉയർച്ചയിലും വളർച്ചയിലും തളർച്ചയിലും നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രേരകമാകുന്നുണ്ട്. അപ്പോൾ
ഒരാളുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ബയോളജിക്കൽ, ഫിസിക്കൽ, അത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്റലക്ച്വൽ ഡിറ്റർമിനൻസ് ആണ്, ഇമോഷണൽ ഡിറ്റർമിനേഷൻ ആണ്, പിന്നെ എക്സസീവ് ലവ് ആൻഡ് കെയറിൽ പെട്ടതാണ് സെൽഫ് ഡിസ്ക്ലോഷർ, ആസ്പിറേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ്. അപ്പോൾ ആസ്പിറേഷൻ ഉള്ള ഒരാൾക്ക് ഗോൾ ഉണ്ടായിരിക്കും. ഗോൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഉദാഹരണം, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ പാരന്റ്സ് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരും പ്രോത്സാഹനം നൽകുന്നവരാണെങ്കിൽ അവനെ ആ ഒരു കാഴ്ചപ്പാട് അവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ 8 കഴിഞ്ഞ് 10 കഴിഞ്ഞ് ഞാനിപ്പോൾ ബയോളജി ഗ്രൂപ്പ് എടുത്ത്, പിന്നെ ഞാനൊന്ന് നീറ്റ് എക്സാം ഒക്കെ എഴുതി, പിന്നെ ഞാൻ MBBSന് പോയി, പിന്നെ ഒരു MD ആയി, ഞാൻ നല്ലൊരു ഡോക്ടർ ആയിരിക്കും. അവനൊരു ആസ്പിറേഷനാണ്. അതിനനുസരിച്ച് ഗോൾ സെറ്റ് ചെയ്യും. അതിൽ ഓരോന്നും അച്ചീവ് ചെയ്യുന്നതിന് എന്തായിരിക്കും അവന്റെ പേഴ്സണാലിറ്റിയിൽ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് അങ്ങനെയൊന്നും നല്ലൊരു വീട്, ആ വീട് മൊത്തത്തിൽ ഒരു ഡിസ്റപ്റ്റഡ് ആയ ഒരു വീടാണ്. അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയും തമ്മിൽ പ്രശ്നമാണ്, ഡൈവോഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു കാവോസ്, ഒരു എന്തെന്നില്ലാത്തൊരു അവസ്ഥയാണ്. അവിടെ വളരുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ കാഴ്ചപ്പാടുകളൊന്നും ഉണ്ടാവില്ല. അവന് മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഡിസ്റപ്റ്റ്. അവനോട് SLC ചിലപ്പോൾ പരാജയപ്പെടാം, +2 പരാജയപ്പെടാം, വലിയ ലക്ഷ്യത്തിൽ എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെന്റ്സിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ ആസ്പിറേഷൻസും അതുപോലെ തന്നെ ഗോളുകളൊക്കെയാണ്. അങ്ങനെ ഗോൾ ഉണ്ടാവുക, ആസ്പയർ ആവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇമോഷണൽ ആസ്പെക്ട്, ഇമോഷണൽ സ്ട്രെസ്, കോപ്പിംഗ്. ഇമോഷണൽ സ്ട്രെസ് ഞാൻ പറഞ്ഞു, ഒരു എന്താ പറയുക, ഡിസ്പ്യൂട്ടിങ് നടക്കുന്ന അല്ലെങ്കിൽ ഡൈവോഴ്സ്ഡ് ആയ അല്ലെങ്കിൽ ഡിസ്റപ്റ്റഡ് ആയ ഒരു ഫാമിലി സാഹചര്യത്തിൽ വളരുന്ന ഒരു കുട്ടി ഇമോഷണലി അവന് സ്ട്രെസ്ഡ് ആയിരിക്കും, ഇമോഷണലി അവന് ബ്രോക്കൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ സെൽഫ് കോൺസെപ്റ്റിനെ അത് ബാധിക്കും, അല്ലേ? അപ്പൊ ഇമോഷണലി ബ്രോക്കൺ ആയ, ഇമോഷണലി ഡിസ്റപ്റ്റഡ് ആയ ഒരു കുട്ടിക്ക് സെൽഫ് കോൺസെപ്റ്റ് കുറവായിരിക്കും, സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിലുടനീളം അവന്റെ ആ പെരുമാറ്റത്തിനും അവന്റെ പേഴ്സണാലിറ്റിനും അത് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സെൽഫ് എസ്റ്റീം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും, അവന് സ്ട്രെസ്, അതുപോലെ തന്നെ അവന്റെ മറ്റു കാര്യങ്ങളിലും പെർഫോമൻസിലൊക്കെ അത് ബാധിക്കും. എന്നാൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ റിയലിസ്റ്റിക് ആയ ഗോളാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കാരണം നമുക്ക് എന്തായിരിക്കും, ഫ്രസ്ട്രേഷൻ ഉണ്ടായിരിക്കില്ല. കാരണം ഓരോന്നോരോന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് കോൺഫിഡൻസ് കൂട്ടും. ഉദാഹരണം നേരത്തെ പറഞ്ഞു, SLCക്ക് പഠിക്കുന്ന ഒരു കുട്ടി, അവന്റെ അച്ചീവ്മെന്റ്സും അവന്റെ കഴിവും അവന്റെ എബിലിറ്റിയും സ്കില്ലും അവൻ അറിയാം, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ്, ടാലന്റ് അവൻ അറിയാം. അതിനനുസരിച്ച് ഗോളും സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്ത ഗോൾ അവൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ലെവൽ കൂടുന്നു. പിന്നെ അതിന്റെ മേലോട്ട് പോകാൻ അവനെ സഹായിക്കുന്നു. നേരെ മറിച്ച് ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് റിയലിസ്റ്റിക് അല്ല എങ്കിൽ, അൺറിയലിസ്റ്റിക് ആയ ചില ഗോളുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അച്ചീവ് ചെയ്യാൻ കഴിയാതെ ആകുമ്പോൾ നമ്മൾ അതിന്റെ പേരിൽ എന്താ പറയുക, കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. നമുക്ക് നമ്മോട് തന്നെ ഒരു പുച്ഛവും അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കാനുള്ള കാരണമാകുമ്പോൾ ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഇമോഷണൽ ആസ്പെക്ട് എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കുക എന്നുള്ളതും ഇമോഷണലി നമ്മളെ എന്താ പറയുക സൗണ്ട് ആയിരിക്കുക എന്നുള്ളതും പേഴ്സണാലിറ്റി വെൽ ആൻഡ് ഗുഡ് ആകാൻ സഹായകമാണ്. 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്, ഒന്ന് ബയോളജിക്കൽ, ഫിസിക്കൽ, 2 സൈക്കോളജിക്കൽ, അതിൻ്റെ കൂടെ ഇമോഷണൽ ആസ്പെക്ട് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് എൻവയോൺമെന്റ് എന്നുള്ളത്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റ് അദ്ദേഹത്തിന്റെ സറൗണ്ടിങ് ആണ്. ഇപ്പൊ ഞാനൊരു ചെറിയ കുഞ്ഞ് ജനിച്ചു വളരുമ്പോൾ അവന്റെ അച്ഛനും അമ്മയും അവന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും സിബ്ലിങ്സും ഒക്കെയാണ് അവന്റെ എൻവയോൺമെന്റ്. കുറച്ചിങ്ങനെ വലുതായി വരുന്ന സമയത്ത് അവന്റെ നൈബർഹുഡ് അവന്റെ എൻവയോൺമെന്റ് ആണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ LKG UKG സ്കൂൾ മദ്രസയിലൊക്കെ പോകുമ്പോൾ അവന്റെ എൻവയോൺമെന്റ് വികസിക്കുന്നു. കുറച്ചുകൂടി ഇങ്ങനെ വലുതാ. അപ്പൊ നമ്മൾ ഇടപഴകുന്നതിനനുസരിച്ച് നമ്മുടെ എൻവയോൺമെന്റ് ഇങ്ങനെ, ഈ എൻവയോൺമെന്റ് എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ട് എങ്കിൽ കുട്ടിക്ക് വീട്ടിൽ സ്വീകാര്യതയുണ്ട്, അംഗീകാരമുണ്ട്, ക്ലാസ് റൂമിൽ സ്വീകാര്യതയുണ്ട്, അംഗീകാരമുണ്ട്, കൂട്ടുകാരുടെ റെക്കഗ്നിഷൻ ഉണ്ട്, അംഗീകാരമുണ്ടെങ്കിൽ കോൺഫിഡൻസ് കൂടുന്നു. അത് കാരണം അവന്റെ പേഴ്സണാലിറ്റി ഉഷാറാകും, അവന് അച്ചീവ്മെന്റ്സ് ഉണ്ടാകും. നേരെ മറിച്ച് വീട്ടിലും കണ്ടെല്ലാ സ്ഥലങ്ങളിലും റിജക്ഷനും നെഗ്ലക്ഷനുമാണ്, ഒരു എന്താ പറയുക അവഗണന, ഡിസ്റ്റൻസ്, പുച്ഛമാണെങ്കിൽ അവന് സ്വന്തത്തോട് തന്നെ പുച്ഛമായി വരുന്നു, അവൻ പിന്നോട്ടടിക്കാൻ സാധിക്കുന്നു. അപ്പോൾ എൻവയോൺമെന്റ് എന്നുള്ളത് ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ്. സോഷ്യൽ ഡിപ്രൈവേഷൻ ആണ്. സോഷ്യൽ ഡിപ്രൈവ്ഡ് ആണെങ്കിൽ കുട്ടി വീട്ടിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ സ്കൂളിലാട്ടെ, നൈബർഹുഡിലാട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിയർ ഗ്രൂപ്പിൻ്റെ അതിന് റെസ്പെക്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ റെക്കഗ്നേഷൻ കിട്ടുന്നില്ല. മറിച്ച് ഡിപ്രൈവ്ഡ് ആണെങ്കിൽ അത് കാരണം അവനെന്തായിരിക്കും, മറ്റുള്ളവരുടെ ഇന്ററാക്ട് ചെയ്യാൻ മടിയിരിക്കും, മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാൻ. വീട്ടിൽ നിന്ന് തന്നെ പുച്ഛം കിട്ടുന്ന, വീട്ടിൽ നിന്ന് തന്നെ അവഹേളനം അല്ലെങ്കിൽ പരിഗണന കിട്ടാത്ത കുട്ടി സ്കൂളിലെത്തി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും, ഒന്നുകിൽ റിബല്യസ് ആവും അല്ലെങ്കിൽ മിന്നോട്ടടിക്കും. അതും നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻഫ്ലുവൻസ്.
ഇപ്പോൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ നേച്ചർ, ഉദാഹരണം നല്ല അടിപൊളിയായ സൗകര്യങ്ങളുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയും അങ്ങനെയൊന്നും ഇല്ലാത്ത വളരെ എന്താ പറയുക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടിയും ഭയങ്കര ഒച്ചയും ബഹളവും എന്താ പറയുക എല്ലാവിധ കച്ചറയുമുള്ള കുട്ടികൾക്കിടയിൽ വളരുന്ന കുട്ടിയും അങ്ങനെയൊന്നുമില്ല വളരെ സിസ്റ്റമാറ്റിക് ആയ സംവിധാനങ്ങളുള്ള അവിടെ വളർന്ന കുട്ടിയും ഇതൊക്കെ അപ്പോൾ എഡ്യൂക്കേഷണൽ സെറ്റിങ്സ് എന്നുള്ളത് ബാധിക്കുന്നുണ്ട്. ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള ട്രെയിൻഡ് ആയ ടീച്ചേഴ്സാണ്, മോട്ടിവേഷണൽ ടീച്ചേഴ്സ് ആണെങ്കിൽ അത് കുട്ടിയുടെ പെർഫോമൻസിലും അച്ചീവ്മെന്റ്സിലും സ്വാധീനിക്കുന്നുണ്ട്. നേരെ മറിച്ച് ക്വാളിറ്റിയും ട്രെയിനിങ്ങും ഒന്നും ഇല്ലാത്ത ഒരു 2ാം ഗ്രേഡ് ടീച്ചേഴ്സ് ആണെങ്കിൽ അത് ആ കുട്ടിയുടെ പെർഫോമൻസിൽ സ്വാധീനിക്കുന്നുണ്ട്, അത് കാരണം അവന്റെ അച്ചീവ്മെന്റ്സിലും അവന്റെ പേഴ്സണാലിറ്റിയിലും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗം എന്ന് പറയുമ്പോൾ അതിൽ അക്സെപ്റ്റൻസ് റിജക്ഷൻ വരുന്നുണ്ട്, സോഷ്യൽ സാഹചര്യങ്ങൾ വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അത് സ്കൂളാകാം, ടീച്ചേഴ്സ് ആകാം, പിയർ ഗ്രൂപ്പ് ആകാം, ക്ലാസ്മേറ്റ്സുകളാകാം, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ എൻവയോൺമെന്റിൽ വരുന്നതാണ് ഫാമിലി ഡിറ്റർമിനൻസ്. പറഞ്ഞാൽ നമ്മുടെ ഫാമിലി, നമ്മുടെ ചുറ്റുപാട്, നമ്മൾ വളരുന്ന അവിടെയുള്ള പാരന്റിങ് സ്റ്റൈൽ. നമുക്കറിയാം ഇന്നത്തെ പാരന്റ്സ് ഒക്കെ ആപേക്ഷികമായിട്ട് എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ സൗകര്യങ്ങളുണ്ട്. പഴയ പാരന്റിങ്ങും ഇതൊക്കെ വ്യത്യാസം. പാരന്റിങ് സ്റ്റൈലൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. അത് MPC 11 പഠിക്കാനുണ്ട്, നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കാനുണ്ട്, MPC 2 പഠിക്കാനുണ്ട്. നമുക്കറിയാം പൊതുവെ പറയുന്നവരിന് പാരന്റിങ് ഏതൊക്കെയായിരുന്നു അറിയോ? നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ? ആർക്കെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ തന്നെ പറയണ്ട, ആരെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. സുരേഷ് സാറേ? യെസ്, അതോറിറ്റേറ്റീവ്, യെസ്, അതോറിറ്റേറിയൻ ഉണ്ട്, അതോറിറ്റേറ്റീവ് ഉണ്ട്, പിന്നെ നെഗ്ലക്റ്റീവ്, പിന്നുണ്ട്, വേറൊന്നും കൂടി ഉണ്ടാവൂലല്ലേ? യെസ്, ഏതായിരുന്നാലും അപ്പൊ അതോറിറ്റേറിയനും അതോറിറ്റേറ്റീവും നെഗ്ലക്റ്റീവും പിന്നെ ഇന്റലിജന്റ് ഇതൊക്കെ. അപ്പോൾ ഏത് രീതിയിലുള്ള പാരന്റിങ് ആണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത് എങ്കിൽ അതോറിറ്റേറ്റീവ് ആണെങ്കിൽ അതിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും, അതോറിറ്റേറിയൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അതൊരു ഡെമോക്രാറ്റിക് ആണ്. അതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ആണ്, വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, എന്നാൽ നിർദ്ദേശങ്ങളും അതുപോലെ അച്ചടക്ക നടപടികളൊക്കെ ഉണ്ടായിരിക്കും. മറ്റോടത്ത് അങ്ങനെയല്ല, കുട്ടിക്കൊരു സ്വാതന്ത്ര്യമില്ല, കുട്ടിക്കൊരു ചോയ്സും ഇല്ല, ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്നുള്ളതാണ് അതോറിറ്റേറ്റീവ്. അതോറിറ്റേറിയൻ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് പറയാനും കുട്ടിക്ക് സംശയങ്ങൾ ചോദിക്കുവാനും ഇടപഴകുവാനും അങ്ങോട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ചെറിയ സ്വാതന്ത്ര്യം കൊടുക്കുകയും അതോട് കൂടെ ഉത്തരവാദിത്തം കൊടുക്കുന്നതാണ് അതോറിറ്റേറിയൻ. മറ്റത് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, മറിച്ച് അച്ഛൻ പറയുന്നത് ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ ഇങ്ങോട്ടൊന്നും പറയണ്ടെന്ന് പറഞ്ഞുള്ള പഴയ പട്ടാള മിലിറ്ററി ചട്ടക്കൂടാണ് അതോറിറ്റേറ്റീവ്. ഇത് സ്വാധീനിക്കുന്നുണ്ട് കുട്ടിയുടെ വളർച്ചയില്, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്, കോൺഫിഡൻസില്, എല്ലാത്തിനും. ഇതുപോലെ തന്നെ നെഗ്ലക്റ്റീവ്, പെർമിസീവ്, എന്തിനും അവകാശം കൊടുക്കുന്നത്, എന്നാൽ നിയന്ത്രണത്തോടു കൂടിയാണെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ നെഗ്ലക്റ്റീവ് ഒന്നുമില്ല. ആ കുട്ടി നമ്മളെ നാട്ടിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വളരുന്ന മാതിരി അങ്ങനെ അഴിച്ചിട്ട് വളരുന്നു. അപ്പൊ അത് കാരണം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ പാരന്റിങ് സ്റ്റൈൽ എന്നുള്ളത് സഹായിക്കുന്നുണ്ട്. അതൊരു എൻവയോൺമെന്റൽ ഫാക്ടറാണ്. ഹോം ക്ലൈമറ്റ്, വീട്ടിലെ സാഹചര്യം. ഞാൻ പറഞ്ഞു, ബ്രോക്കൺ ഫാമിലി ആണെങ്കിൽ, ഡൈവോഴ്സ്ഡ് ഫാമിലി ആണെങ്കിൽ, അല്ലെങ്കിൽ പാരന്റ്സ് ഇല്ല എങ്കിൽ, ഇട്ടെറിഞ്ഞു പോയവരാണെങ്കിൽ അവന്റെ വളർച്ചയിൽ സ്വാധീനിക്കുന്നു. എന്നാൽ അതേസമയം ലവും കെയറും പ്രൊട്ടക്ഷനും ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ അത് അതിനനുസരിച്ച് സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ സൊസൈറ്റി, ഫാമിലി, നെയ്ബർഹുഡ്, പിയർ ഗ്രൂപ്പ്, സ്കൂള്, എഡ്യൂക്കേഷൻ, പാരന്റിങ് സ്റ്റൈൽ, ഇതൊക്കെ പെടുന്നതാണ്. ഇതൊക്കെ ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ബയോളജിക്കൽ ഫാക്ടർ അഥവാ ഫിസിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഫാക്ടേഴ്സ്, പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സൊസൈറ്റി, ഫാമിലി ഒക്കെ പെടുന്നുണ്ട്. ഈ എൻവയോൺമെന്റിൽ നമുക്ക് ഫാമിലിയെ കാര്യം എടുക്കാം. ഇമോഷണൽ ക്ലൈമറ്റ് ഓഫ് ഹോം, വീട്ടിലെ ഒരു അവസ്ഥ. വീട്ടിലെപ്പോഴും ഭയങ്കര എന്താ പറയുക കോപ്പറേറ്റീവായിട്ട് അച്ഛനും അമ്മയും ഭയങ്കര ലവ് പ്രകടിപ്പിക്കുന്നു, മക്കളോട് സ്നേഹം കാണിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു. അങ്ങനെ ഒരു എന്താ പറയുക ഹാപ്പിനെസ് ഉള്ള ഒരു വീടാണെങ്കിൽ അവിടെ നിന്ന് വരുന്നൊരു കുട്ടിയുടെ പെർഫോമൻസും പേഴ്സണാലിറ്റിയും വ്യത്യാസമായിരിക്കും. നേരെ മറിച്ച് കണ്ടതിനും കെട്ടതിനൊക്കെ ദേഷ്യം പിടിക്കുകയും ചൂടാവുകയും അടിക്കുകയും കുത്തുകയും നുള്ളുകയും പിച്ചുകയും ബഹളവും പ്രശ്നങ്ങൾ മാത്രമുള്ള ഒരു വീടാണെങ്കിൽ അവിടുന്ന് വരുന്ന കുട്ടിയുടെ ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്, അവരുടെ പെർഫോമൻസ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇമോഷണൽ ക്ലൈമറ്റ് എന്നുള്ളത് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലി എടുക്കുമ്പോൾ ബർത്ത് ഓർഡർ എന്നുള്ളതും, കാരണം ഒന്നാമത്തെ കുഞ്ഞ്, നടുവിലുള്ള കുട്ടി, ലാസ്റ്റ് കുട്ടി. ഒരു 5 കുട്ടികളുണ്ടെങ്കിൽ അല്ല ഒന്നാമത്തെ മകന് അല്ലെങ്കിൽ ഒന്നാമത്തെ മോൾ ഇങ്ങനെ ആയിരിക്കും, നടുവിലുള്ളവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഏറ്റവും ലാസ്റ്റ്, അങ്ങനെ പറയാറുണ്ടല്ലോ അല്ലെ. അപ്പോൾ
അത് നമ്മുടെ നിങ്ങള് സൈക്കോ പാത്തോളജി പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ സൈക്കോ പാത്തോളജിയിൽ പഠിക്കും ഫാമിലി ഓർഡറും. അതുപോലെ MSc എടുക്കാനൊക്കെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന് അല്ലെങ്കിൽ കേസ് സ്റ്റഡിക്ക് പഠിക്കുന്ന സമയത്ത് ഇത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഒരു കുടുംബത്തിൽ ഒന്നാമത്തെ കുഞ്ഞിന് ഉണ്ടാകാനുള്ള സാധ്യതകൾ, അവന്റെ ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പെർഫോമൻസ് ഇങ്ങനെയായിരിക്കും. അതേസമയം ലാസ്റ്റ് കുട്ടിയാണെങ്കിൽ, അതിന്റെ സിബ്ലിങ്സ് ആണെങ്കിൽ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും ബർത്ത് ഓർഡർ എന്നുള്ളത്, ഫാമിലിയിൽ കുഞ്ഞിന്റെ ഓർഡർ എന്നുള്ളത് അവന്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പെർഫോമൻസിനെ സ്വാധീനിക്കുന്നു എന്നാണ് സൈക്കോളജിക്കൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എത്രമാത്രം ശരിയാണെന്നുള്ളത് കണ്ടറിയാം. അതുപോലെ ഫാമിലി സൈസ്, പഴയ കാലത്തൊക്കെ ജോയിന്റ് ഫാമിലി ആയിരുന്നു. ഒരു വീട്ടിൽ തന്നെ 8, 10, 12 മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത്രയൊന്നുമില്ല. അപ്പോൾ ഫാമിലി ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ, ജോയിന്റ് ഫാമിലി ആകുമ്പോൾ, എക്സ്റ്റെൻഡഡ് ഫാമിലി ആകുമ്പോൾ, ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ അവിടെ കിട്ടുന്ന സുഖങ്ങളും അതേസമയം ബുദ്ധിമുട്ടുകളും. ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനിപ്പോൾ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഖത്തറിൽ എനിക്കറിയാം, നമ്മൾ പാർക്കിലൊക്കെ പോയാൽ അല്ലെങ്കിൽ ലുലുവിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞു മാത്രമല്ല, ആ വീട്ടുകാർ മിക്കവാറും നമ്മളെ ഫാമിലി വരാൻ, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത ദിവസം എന്നാ നിങ്ങൾ പാർക്കിൽ വരിക, അല്ലെങ്കിൽ എന്നാ നിങ്ങൾ വരിക. കാരണം ആ കുട്ടിയെ കളിപ്പിക്കാനും കുട്ടിയോട് സംസാരിക്കാനും അച്ഛനും അമ്മക്കും നേരല്ല, കാരണം രണ്ടുപേരും ജോലിക്കാരാവും. ഇനി അല്ലെങ്കിൽ ഒരാൾ പോയാൽ തന്നെ കുട്ടിയോട് സംസാരിക്കുന്നതില്ല. അപ്പൊ ആ കുട്ടിക്ക് സംസാരിക്കാനും ഇടപഴകാനും ഓടാനും ചാടാനും വേറെ ഒരാളില്ലാത്തത് കൊണ്ട് കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ്, പ്രത്യേകിച്ച് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ ഇടപഴകാനുള്ള ഒരു കഴിവ്, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഒബ്സർവ് ചെയ്ത് ഏകദേശം എല്ലാവർക്കും കാണും. അവരൊക്കെ പാരന്റ്സ് എന്റെ മക്കളെ കാണുമ്പോൾ ഇനി എന്നാ നീ വരുന്നെന്ന് പറയും. ഞാനൊരു ഇത് പറയല്ല. അപ്പോൾ ഫാമിലി സൈസ് എന്നുള്ളത്, ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ ഇന്ററാക്ഷൻസ് കുറവാകുന്നതുകൊണ്ട് തന്നെ അവരുടെ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ അവരുടെ മറ്റു ഡെവലപ്മെന്റ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ജോയിന്റ് ഫാമിലി ആകുമ്പോൾ അങ്ങനെ ഉണ്ടായിക്കണമെന്നില്ല. അപ്പൊ എപ്പോഴും നമ്മുടെ മക്കളെ ചെറുതാകുന്ന സമയത്തിന് ഇടപഴകാനും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാറ്റ് സിസ്റ്റം ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്കിലി 2 3 ദിവസങ്ങളിൽ അവിടെ ഇവിടെ കറങ്ങാനൊക്കെ സാഹചര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ ഫാമിലി സൈസ് ചെറുതാകുന്നത് നല്ലതാണ്. പക്ഷെ ഇടപഴകാൻ അവസരങ്ങൾ ഇല്ലാതെ ഒറ്റക്കെട്ട് കൂട്ടിലിട്ട് വളർത്തുന്നതാണ് എങ്കിൽ ആ കുട്ടിയിൽ പലപ്പോഴും പല സ്വഭാവങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു, ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ലാർജ് ഫാമിലി ആണെങ്കിൽ അതിന് ഗുണങ്ങളുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. സ്മോൾ ഫാമിലി ആണെങ്കിൽ അതിന്റെ ഗുണങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഇൻഡിപെൻഡൻസിനെയും അറ്റൻഷനെയും സ്വാധീനിക്കുന്നു. അപ്പോൾ ഒരു ഒറ്റ ഫാമിലി ആണെങ്കിൽ ഭയങ്കര ഇൻഡിപെൻഡൻസ് ആണ്, പക്ഷേ ഭയങ്കര പൊസസീവ്നെസ് ആയിരിക്കും. നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരു കുട്ടി മാത്രമാണെങ്കിൽ, ഒരു 5 വയസ്സൊക്കെ ആകുന്ന സമയത്താണ് രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിലേക്ക് വേറെ ഏതെങ്കിലും കുട്ടികൾ വന്ന് കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നും വിട്ടുകൊടുക്കില്ല. കാരണം പൊസസീവ്, എന്റേത് എന്ന്. കാരണം വേറെ ആർക്കും ഷെയർ ചെയ്ത് പരിചയമില്ല. അങ്ങനെ അവൻ പുറത്തു വരുന്ന സമയത്ത് അതിനനുസരിച്ച് അവനെ ഇടപഴകുന്ന സമയത്തൊക്കെ അത് ബാധിക്കുമെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. എന്തായിരുന്നാലും സൈസ് ഓഫ് ഫാമിലി എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. പറഞ്ഞു തന്നത് ഇത്രയും നമ്മൾ ഇപ്പോൾ ഒരു മണിക്കൂറായല്ലോ ചർച്ച. ഇതിലൂടെ നമുക്ക് ആകെ പഠിക്കാൻ പറ്റിയത്, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബോൺ, ജന്മന കിട്ടുന്നതല്ല, മറിച്ച് ഇറ്റ് ഡെവലപ്സ് കണ്ടിന്യൂസ്ലി. ജനിക്കുന്ന സമയത്ത് അതിന്റെ വിത്തുകൾ ഉണ്ടെങ്കിലും, പക്ഷെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും ആ വിത്ത് വളർന്ന് പന്തലിച്ച് ഒരു മരമായി കായ്കൾ നൽകുന്നത്. അപ്പോൾ ഇൻബോൺ ക്വാളിറ്റി ഉണ്ട്, അതായത് ഇനേറ്റ് ചില ക്വാളിറ്റീസ് ഉണ്ട്, ടെമ്പറാമെന്റുകൾ ട്രേറ്റ്സുകൾ ഉണ്ട്. പക്ഷെ അതിനൊപ്പം എൻവയോൺമെന്റിന് വലിയ സ്വാധീനമുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ബയോളജിക്കൽ അഥവാ ജന്മന കിട്ടുന്നതും, സൈക്കോളജിക്കൽ ജന്മനായുള്ളതും, ഇമോഷണൽ ആസ്പെക്ട്, അതിന് പുറമെ എൻവയോൺമെന്റൽ ഫാക്ടർ, ഇത് മൂന്നും സ്വാധീനിക്കുന്നുണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അപ്പോൾ ഫിസിക്കൽ, ബയോളജിക്കലി, സൈക്കോളജിക്കൽ, ഇമോഷണൽ, സോഷ്യോ ആൻഡ് ഫാമിലി, അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആൻഡ് ഫാമിലി, ഇത് മൂന്നും ചേർന്നുകൊണ്ടാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ മെച്ചുവേർഡ് ആവുന്നത്, ഇമ്മച്ചുവേർഡ് വരുന്നത്. അപ്പൊ ഈ മൂന്നിനെയും മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലും ഗ്രോത്തിലും സെൽഫ് അവയർനെസ്സിലും നമ്മളെ നല്ലോണം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആകെത്തുക മനസ്സിലായത്. ചർച്ചയുടെ വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം, നമുക്ക് റെഫർ ചെയ്യാലോ കേട്ടോ. ഞാൻ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ജസ്റ്റ് എൻ്റെ ഒരു റോഡ് മാപ്പാണ് PPT ഉള്ളത്. പിന്നെ ഒരു ഡെഫിനിഷൻ പഠിക്കുക, ഫീച്ചേഴ്സ് 3-4 പറഞ്ഞു, അത് പഠിക്കുക. ചില വേർഡുകൾ മനസ്സിലാക്കാണ്ട്. പിന്നെ പഠിക്കാനുള്ളത് ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ് ആണ്. അതാണെങ്കിലും പ്രധാനമായിട്ടുള്ളത് എസ്സേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഒന്നെങ്കിൽ ഇത് 3ഉം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയേണ്ടി വരും, അതല്ലെങ്കിൽ ഏതെങ്കിലും 2 കണക്ട് ചെയ്ത് പറയേണ്ടി വരും. അപ്പൊ അവസാനം പറഞ്ഞ ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ്, അതായത് ഏതൊക്കെ പറഞ്ഞ്, ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഫാക്ടർ, സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഫാക്ടർ, പിന്നെ എൻവയോൺമെന്റൽ സോഷ്യൽ ഫാക്ടർ, സോഷ്യൽ അല്ലെങ്കിൽ ഫാമിലി ഫാക്ടേഴ്സ്. ഇത് മൂന്നായിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ആയിട്ട് അതിൽ പറയുന്ന ഓരോന്നും ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റിയാൽ, എഴുതാൻ പറ്റിയാൽ, പോയിന്റ് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. PG ലെവലിൽ അങ്ങനെയാണല്ലോ, കുറെ പേജുകൾ നടക്കലാണ്. പക്ഷെ കണ്ടന്റ് വേണം. കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
ഇത്രേ ഇതിൽ പഠിക്കാനുള്ളൂ. ബാക്കി നമ്മൾ കുറെ ഡെഫിനിഷൻ മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത യൂണിറ്റിലും ഇതിലൊക്കെ പഠിക്കാണ്ട്.